Hi students, welcome to a new video on chapter Continuity and Differentiability part 2. In this video, we will discuss the concept of continuous functions. കഴിഞ്ഞ ക്ലാസ്സിലെ പാർട്ട് 1-ൽ നമ്മൾ ഇതിൻ്റെ പ്രിലിമിനറി ആയിട്ട് ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ് ആൻഡ് ഇറ്റ്സ് ജിയോജിബ്ര വെരിഫിക്കേഷൻ അതാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിനെ തുടർന്നുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Let's go to the topic. Yes, first of all, continuity at a point. What is meant by continuity at a point of a function? Let's go to Geogebra. Okay, now consider the function f of x equal to minus x when x less than or equal to 1, x cube plus 2x square when x lies between minus 1 and 1, excluding 1, excluding minus 1 and including 1, and 3 minus 2x when x greater than 1. സപ്പോസ് ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചോളൂ. തൽക്കാലം നമുക്കത് പാർട്ടായിട്ട് വരക്കാം. ആക്ച്വലി അത് ഒറ്റയടിക്ക് ആ ഫംഗ്ഷൻ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് വരിക. നമുക്കതിനെ പാർട്ടായിട്ട് വരക്കാം. വെൻ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു മൈനസ് 1 ഇറ്റ് ഈസ് മൈനസ് എക്സ്. ദിസ് ഇസ് ദ ഗ്രാഫ്. വെൻ ലെസ് താൻ ഓർ ഈക്വൽ ടു ഉണ്ട്, അപ്പം ഇൻക്ലൂഡിങ് മൈനസ് 1 വരുമ്പോൾ ആ പോയിൻ്റ് കൂടെ അതിൽ ഇൻക്ലൂഡ് ആവും. ദാറ്റ് മീൻസ് ഈ പോയിൻ്റ് ഈ ഗ്രാഫിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ബിറ്റ്വീൻ മൈനസ് 1 ആൻഡ് 1 എക്സ് ക്യൂ പ്ലസ് 2x സ്ക്വയർ, എക്സ് ക്യൂ പ്ലസ് 2x സ്ക്വയർ. സി ദിസ് ഇസ് ദ ഗ്രാഫ്. അതിൽ മൈനസ് 1 ഇതിൽ എക്സ്ക്ലൂഡഡ് ആണ്, എങ്കിലും ഇതിവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അറ്റ് എക്സ് ഈക്വൽ ടു 1 ഇവിടെ ഈ ഗ്രാഫിലാണ് വരിക. അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റ്. ഓക്കെ, എനിവേ ദാറ്റ് പോയിന്റ്. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് 3 മൈനസ് 2x വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് ഈസ് 3 മൈനസ് 2x വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, 3 മൈനസ് 2x ഇതാണ് സ്ട്രൈറ്റ് ലൈൻ ആണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ ഇൻക്ലൂഡ് ആണ്. പക്ഷേ അറ്റ് എക്സ് ഈക്വൽ ടു 1 ഈ ഗ്രാഫ് ഈ പോയിന്റ് ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡ് ആണ്. സോ അത് നമുക്ക് ഇങ്ങനെ നൊട്ടേഷൻ കൊടുക്കാം. ഓക്കെ അല്ലേ? നൗ ദിസ് ഇസ് ദ ഗ്രാഫ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് 1 അതിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് കണ്ടിന്യൂറ്റി? അപ്പോൾ കണ്ടിന്യൂറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. അപ്പോൾ എന്താണെന്ന് നോക്കിക്കോളൂ. at x equal to minus 1 first. Okay, and you choose some points. At minus 1 and the corresponding minus 1 ആണ് corresponding y value അല്ലേ? and this is f of x. അതിൻ്റെ f of minus 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? അറ്റ് 1 ആയിരിക്കും. കാണുന്നില്ലേ? സോ നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റും. സീ ദിസ് അല്ലേ? വെൻ എക്സ് ഈക്വൽ ടു മൈനസ് 1 എഫ് ഓഫ് മൈനസ് 1 വരിക ഇത് എവിടെയാണ്? ഓക്കെ, ഫംഗ്ഷൻ്റെ വൈ വാല്യൂ അവിടെയാണ് വരിക. യെസ്. നൗ യു ചൂസ് സം പോയിൻറ്റ്സ്. ടേക്ക് എ പോയിൻ്റ് എക്സ് ഇൻ ദ ലെഫ്റ്റ് ഓഫ് മൈനസ് 1. ഓക്കെ, ദെൻ ആൻഡ് ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് എലോങ് ഓൺ ദ കർവ് ജി ആണ്. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം, വരച്ച് കാണിക്കാം അവിടെ. ഓക്കെ, കറസ്പോണ്ടിങ് അതിൻ്റെ വൈ വാല്യൂ ഇവിടെ എക്സ്, കറസ്പോണ്ടിങ് പോയിൻ്റ് ഓൺ ദ കർവ്, കറസ്പോണ്ടിങ് വൈ വാല്യൂ അല്ലേ? വൈ ആക്സിൽ അതിൻ്റെ വാല്യൂ വരുന്നത് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, വെൻ എക്സ് ടെൻ ടു മൈനസ് 1 ഫ്രം ദ ലെഫ്റ്റ് ഓഫ് ദിസ് അല്ലേ? ഫ്രം ദ ലെഫ്റ്റ് ഓഫ് മൈനസ് 1. അപ്പോൾ കറസ്പോണ്ടിങ് വൈ വാല്യൂ ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത് നോക്കിക്കോളൂ. സീരീസ് നമ്മളിത് സ്ലൈഡ് റിമൂവ് ചെയ്യിക്കുന്നു ലൈക്ക് ദിസ്. ഓക്കെ, നമ്മൾ കൂടുതൽ അധികം ലെഫ്റ്റിലോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇൻ ബിറ്റ്വീൻ മൈനസ് 1 ആൻഡ് മൈനസ് 2 ഈസ് ഇനഫ്. ഓക്കെ, നമ്മളതൊന്ന് റൺ ചെയ്യിക്കുന്നു. സീ ദിസ്. ഓക്കെ, മൂവ് ചെയ്യുന്ന കണ്ടോളൂ. വെൻ എക്സ് അപ്രോച്ചസ് ടു മൈനസ് 1 ഇൻ ദ ലെഫ്റ്റ് ഓഫ് മൈനസ് 1, ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൈനസ് 1 അപ്രോച്ച് ചെയ്യാണ്. ആൻഡ് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്താവുന്നു? ദാ കറസ്പോണ്ടിങ് എഫ് ഓഫ് മൈനസ് 1 അപ്രോച്ച് ചെയ്യുന്നത്. കണ്ടില്ലേ? വെൻ എക്സ് ടെൻ ടു മൈനസ് 1 ഫ്രം ദ ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു എഫ് ഓഫ് മൈനസ് 1. കണ്ടില്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് വെൻ എക്സ് ടെൻ ടു മൈനസ് 1 മൈനസ് എഫ് ഓഫ് എക്സ് ടെൻ ടു എഫ് ഓഫ് മൈനസ് 1 എന്ന് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. ഇനി അതിൻ്റെ റൈറ്റ് സൈഡ് കണ്ടോളൂ.
when x tend to minus 1 from the right side, control, and you take any point in the right side of minus 1, okay, and the corresponding y value, അല്ലേ, ഇവിടെ എക്സ് എടുത്തു, and the corresponding f of x value ആണ് ഇത് ഇവിടെ കാണുന്നത്, okay, and yes, and the corresponding point k on the curve. അപ്പോൾ ഇവിടെ എക്സ് അപ്രോച്ചസ് ടു മൈനസ് 1 ഫ്രം ദ റൈറ്റ് സൈഡ് ആണെങ്കിൽ, സി റൈറ്റ് സൈഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ലെസൺ നാനുമേറ്റ് ചെയ്യുക, നോക്കാം. സി വെൻ എക്സ് അപ്രോച്ചസ് ടു മൈനസ് 1 ദ റൈറ്റ് സൈഡ്, എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്? അതും എഫ് ഓഫ് മൈനസ് 1 അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും ഒന്നിച്ച് പ്ലേ ചെയ്ത് വെച്ചാൽ ശ്രദ്ധിച്ചോളൂ. ലെസൺ വെൻ എക്സ് അപ്രോച്ചസ് ടു മൈനസ് 1 ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, വെൻ എക്സ് അപ്രോച്ചസ് ടു മൈനസ് 1 ഫ്രം ദ റൈറ്റ് സൈഡ്. അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ലെഫ്റ്റ് നിന്നാണും റൈറ്റ് ആണെങ്കിലും എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? എഫ് ഓഫ് മൈനസ് 1 അപ്രോച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. കറക്റ്റ് അല്ലേ? അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. മാത്രമല്ല വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് 1, അതായത് എഫ് ഓഫ് മൈനസ് 1, അതാണ് ലിമിറ്റ് വരുന്നത്. സോ ഇത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 1 വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് നിന്നാണെങ്കിലും റൈറ്റ് നിന്നാണെങ്കിലും ഒരേ വാല്യൂയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ആവും, എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ. മാത്രമല്ല ആ ലിമിറ്റ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്? ഈ ഏത് പോയിന്റിലാണോ നമ്മൾ ചെക്ക് ചെയ്ത് ആ -1 എന്ന പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂയിലേക്ക് തന്നെയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്. ഇത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വെൽക്കം ബാക്ക്. ആൻഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്നുള്ളത്. സി ദ ഡെഫിനിഷൻ ഓഫ് ദാറ്റ്, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സം പോയിന്റ് എ ഓഫ് ഇറ്റ്സ് ഡൊമെയിൻ. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് സാറ്റിസ്ഫൈസ് 3 കണ്ടീഷൻസ്. ദ കണ്ടീഷൻസ് ആർ: ഒന്ന്, നമ്മൾ കണ്ടു കഴിഞ്ഞു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആയിരിക്കണം, അതായത് എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ. ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവേണ്ടത് ആ പോയിന്റിൽ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ്റ്റെൻഡ് ടു എ എക്സിസ്റ്റ് ആയിരിക്കണം. ഇഫ് നീഡഡ് എൽ എച്ച് എൽ ആർ എച്ച് എൽ കണ്ടുപിടിക്കുക, അത് ഈക്വൽ ആയിരിക്കണം. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ, ദാറ്റ് ഈസ് എഫ് ഓഫ് എ, അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ ജിയോജിബ്രയിൽ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ഈ പറഞ്ഞിരിക്കുന്ന 2 വാല്യൂ, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എഫ് ഓഫ് എക്സും എഫ് ഓഫ് എയും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോവാം. ഡെഫിനിഷൻ ശരിക്ക് ഓർത്തു വെക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അത് നമുക്ക് തിയററ്റിക്കലി എങ്ങനെ ചെയ്യാം, ഡെഫിനേഷൻ വെച്ച് എങ്ങനെ ചെയ്യാം നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -x വെൻ എക്സ് ലെസ് താൻ ഈക്വൽ ടു -1 and x cube plus 2x square when -1 less than x less than or equal to 1 and 3 minus 2x when x greater than or equal to 1. Discuss the continuity at x equal to -1 and x equal to 1. ഇവിടെ നമ്മൾ ഈ പീസ് വൈസ് ഫംഗ്ഷൻ, ദിസ് ഇസ് കോൾഡ് പീസ് വൈസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പീസ് വൈസ് ഫംഗ്ഷൻ്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഒന്ന് -1ഉം ഒന്ന് 1ഉം ആണ്, ഇല്ലേ? -1ൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഇവിടെയുള്ളത് -x. ബിറ്റ്വീൻ -1 ആൻഡ് 1, അതായത് -1ൻ്റെ റൈറ്റ് സൈഡാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. പിന്നെ 1 എന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. 1ൻ്റെ ഗ്രേറ്റർ ദാൻ 1, 1ൻ്റെ റൈറ്റ് സൈഡാണ് 3 minus 2x ഉള്ളത്. ഓക്കെ, നമ്മൾ ഗ്രാഫ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളൊരു പോയിന്റിൽ അറ്റ് എക്സ് ഈക്വൽ ടു -1 ചെക്ക് ചെയ്യുന്നു. ആദ്യം അറ്റ് എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം ആദ്യം. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റ് ഇവിടെയും റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ് രണ്ടാമത്തെ ഫംഗ്ഷനിൽ വരും. യു ഫൈൻഡ് എൽ എച്ച് എൽ. എന്താണ് എൽ എച്ച് എൽ? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു -1 അല്ലേ, എഫ് ഓഫ് എക്സ് -1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1. ഏതാ ഫംഗ്ഷൻ അല്ലേ? -1ൻ്റെ ലെഫ്റ്റ് -x ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു -1 - x ഈസ് 1. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് 1. സിമിലർലി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് limit extend to 1 -1 plus f of x, which is limit extend to -1
ഇതാണ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ. പുട്ട് എക്സ് ഇക്വൽ ടു -1 ക്യൂബ് പ്ലസ് 2 into -1 square is 1 itself. Okay, now clear LHL equal to RHL. Therefore, the limit exists. That means limit extend to -1 f of x equal to 1. നമ്മൾ -1 എന്ന പോയിന്റിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ആയി കഴിഞ്ഞു ആൻഡ് ലിമിറ്റ് ഈസ് 1. ഇനി എന്ത് ചെയ്യണം? ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു -1 അതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈക്വൽ ടു -1 എവിടെയാണുള്ളത്? ഇത് ഫസ്റ്റ് പാർട്ടിലാണുള്ളത്. കണ്ടില്ലേ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഇവിടെയുള്ളത്. അപ്പം എന്താണ് എഫ് ഓഫ് -1? എഫ് ഓഫ് -1 ഈസ് ഇവിടെയാണ് എക്സിന് -1 കൊടുക്കുക. -1 വിച്ച് ഈസ് 1, ദറ്റ് ഈസ് 2. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെ ഡെഫിനേഷനിലെ, ആൻഡ് തേർഡ് കണ്ടീഷൻ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ ദേ ആർ ഈക്വൽ. നോ, therefore limit extend to -1 f of x equal to f of -1 by 1 and 2. So f of x is continuous at x equal to 1. നമ്മളത് കൃത്യമായിട്ട് ആ ഗ്രാഫിൽ കാണുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഇത് ക്ലിയർ ആണല്ലോ? ശരിക്ക് ശ്രദ്ധിച്ച് നോക്കുക. അറ്റ് എക്സ് ഈക്വൽ ടു 1 നോക്കാം. ഓക്കെ, നൗ അറ്റ് എക്സ് ഈക്വൽ ടു 1 ദാ ഈ പോയിന്റിൽ അല്ലേ, ഈ പോയിന്റിലാണ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ ചെക്ക് ചെയ്യാൻ പോകുന്നു. ശ്രദ്ധിച്ചോണം. ഓക്കെ, ദാറ്റ് ഈസ് 1. ഇതാ ഈ പോയിന്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആൻഡ് യു ടേക്ക് എ ജനറൽ പോയിന്റ് ഇൻ ദ ലെഫ്റ്റ് ഓഫ് ദാറ്റ് 1. സി എ ജനറൽ പോയിന്റ് എക്സ് ആൻഡ് കറസ്പോണ്ടിങ് വാല്യൂസ് ഓൺ ദ കർവ് എസ് ജീതർ അല്ലേ, ഇതാണ്. ദെൻ കറസ്പോണ്ടിങ് ഈ വാല്യൂൻ്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് ഒന്ന് വരച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കർവുള്ള പോയിൻ്റാണ്, വൈ വാല്യൂ ആണ് ഇത് അല്ലേ. ഇത് 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ആണ്. ഓക്കെ, നൗ അഗെയിൻ യു ടേക്ക് ആൻ എക്സ് ഇൻ ദ റൈറ്റ് ഓഫ് ദാറ്റ് അല്ലേ. ദെൻ കറസ്പോണ്ടിങ് വാല്യൂ അല്ലേ, കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ വരുന്നത് ദെൻ കെ അല്ലേ, ഈ പോയിൻ്റാണ് വരിക. കറസ്പോണ്ടിങ് വൈ വാല്യൂ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അതൊന്ന് വരക്കുക. നേരത്തെ ചെയ്ത പോലെ വേണമെങ്കിൽ നമുക്ക് രണ്ടും പെട്ടെന്ന് മൂവ് ചെയ്യിച്ചിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യും. അതിന് മുമ്പായിട്ട് അറ്റ് എക്സ് ഈക്വൽ ടു 1 വാട്ട് ഈസ് ദ വൈ വാല്യൂ കറസ്പോണ്ടിങ് വൈ വാല്യൂ ഓൺ ദ കർവ്? ഇവിടെ വരില്ല, പകരം ദ അറ്റ് ബി ആണ് അല്ലേ. കറസ്പോണ്ടിങ് പോയിന്റ് ഈസ് 3. ദ ഈ പോയിൻ്റാണ് എഫ് ഓഫ് 1 ആയിട്ട് വരുന്നത് അല്ലേ. നേരത്തെ ഇവിടെ കണ്ടു നമ്മൾ എക്സ് -1ൻ്റെ ലെഫ്റ്റും റൈറ്റും അപ്രോച്ച് ചെയ്താൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് 1ലേക്കും എഫ് ഓഫ് -1ലോട്ട് അപ്രോച്ച് ചെയ്യുന്നു കണ്ടു. ഇവിടെയും അതുപോലെ സംഭവിക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കിക്കോളൂ. ലിസൺ, വെൻ എക്സ് അപ്രോച്ചസ് ടു 1 ഫ്രം ദി ലെഫ്റ്റ് സൈഡ്, ഇതാ ഇങ്ങനെ കണ്ടില്ലേ. എക്സ് അപ്രോച്ചസ് ടു 1 ഫ്രം ദ ലെഫ്റ്റ് സൈഡ്. ഇത് ആദ്യം മുതൽ നോക്കിക്കോളൂ. ഇത് എക്സ് ഇവിടുന്ന് തുടങ്ങുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എവിടുന്ന് ആവാം, കുറച്ചും കൂടി 1നോട്ട് അടുത്തെടുത്താൽ അത്രയും നല്ലത്. വെൻ എക്സ് അപ്രോച്ചസ് ടു 1 ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ആണല്ലേ. ഇത് വളരെ ചെറുങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കർവിൻ്റെ എന്താണ് സ്ലോപ്പ് ഈ ടൈപ്പിലായതുകൊണ്ടാണ്. വെൻ എക്സ് അപ്രോച്ചസ് ടു 1 ഫ്രം ദ ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു എഫ് ഓഫ് 1 കറക്റ്റ് കാണുന്നില്ലേ. എക്സ് അപ്രോച്ചസ് ടു 1 എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു എഫ് ഓഫ് 1 എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ അല്ലേ. ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു എഫ് ഓഫ് 1 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, തൽക്കാലം നമുക്കതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ഓക്കെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കിക്കോളൂ. സി ലിസൺ, വെൻ എക്സ് അപ്രോച്ചസ് ടു 1 ഫ്രം ദ റൈറ്റ് സൈഡ്, ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കാണുന്നില്ലേ. വെൻ എക്സ് അപ്രോച്ചസ് ടു 1 എഫ് ഓഫ് എക്സ് ഇത് എവിടെ എത്തി? ഇവിടെയാണ് അല്ലേ. എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? യെസ്, ഓക്കെ, ഇത് അപ്രോച്ച് ചെയ്യുന്നത് 1ലോട്ടാണ്, എഫ് ഓഫ് 1ലോട്ടല്ല അല്ലേ. ഈ പോയിന്റിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. രണ്ടും ഒന്നിച്ച് പ്ലേ ചെയ്താൽ മനസ്സിലാവും. ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് ഒരേ പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല. കാണാലോ. ആദ്യത്തേതിൽ എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്നത് എഫ് ഓഫ് 1ലോട്ടാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് ടെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും എഫ് ഓഫ് 1ലോട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണുന്നു. സോ ഇത്തരം ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെന്ന് പറയും നമ്മൾ.
ഓക്കെ, അത് ഈ ഗ്രാഫിൽ തന്നെ കാണാൻ പറ്റും. സി ഇവിടെ ഒരു ജമ്പ് അല്ലേ, ഇവിടെയാണ് കുഴപ്പമില്ല, ഇവിടെ സ്മൂത്ത് കർവാണ്. ഓക്കെ, നമുക്കിതിൻ്റെ തിയറി പോർഷൻസിലോട്ട് പോകാം, അവിടെ കുറച്ചും കൂടി വ്യക്തത വരും നിങ്ങൾക്ക്. ഓക്കെ, സി അറ്റ് എക്സ് ഇക്വൽ ടു 1, അറ്റ് എക്സ് ഇക്വൽ ടു 1 ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. അറ്റ് എക്സ് ലിമിറ്റ് കണ്ടുപിടിക്കണമല്ലോ. 1ൻ്റെ ലെഫ്റ്റ് സൈഡ് വരെ രണ്ടാമത്തെ ഫംഗ്ഷനാണ്. 1ൻ്റെ റൈറ്റ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 വരെ 3 - 2x ആണ്. വാട്ട് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 1 ഫംഗ്ഷൻ എക്സ് ക്യൂ പ്ലസ് 2x² ആണ് അല്ലേ. സോ ഫോർ എക്സ് ഇക്വൽ ടു 1 ഇറ്റ് ഈസ് 3. വാട്ട് ഈസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1 ഫംഗ്ഷൻ 3 - 2x ആണ്. ക്ലിയർ ആണ്. സോ ഇറ്റ് ഈസ് 1. Here LHL not equal to RHL. So limit does not exist. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? The function is discontinuous. What is mean by discontinuous? If a function is not continuous, we say that f of x is discontinuous at that point. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ -1 കണ്ടിന്യൂസും 1 ഡിസ്കണ്ടിന്യൂസും ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് സച്ച് എ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ആവുന്നില്ല. സച്ച് എ ഡിസ്കണ്ടിന്യൂറ്റി ഈസ് കോൾഡ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയും. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഓക്കെ, അടുത്ത എക്സാമ്പിളിലേക്ക്. യെസ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x when x greater than 0 and x when x less than or equal to 0. Discuss the continuity at x equal to 0. ഓക്കെ, വേണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഗ്രാഫ് വേണമെങ്കിൽ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ ടു ജിയോജിബ്ര. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x when x greater than 0 and x when x less than or equal to 0. അപ്പോൾ ഒന്ന് വരച്ചു നോക്കാം നമുക്ക്. See the conditions. If x greater than 0, it is 1/x. Okay, otherwise it is x only. Okay, ഇതാണ് ഗ്രാഫ് വരിക. See this? Okay, and see the graph. Listen, and when x equal to 0 0 and x equal to 0 it is x ആണ്. That means 0 0 എന്ന പോയിന്റ് ആണ് അവിടെ വരിക. ഓക്കെ, സോ ഇവിടെ ഇത് ഇൻക്ലൂഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫിൻ്റെ പ്രത്യേകത തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സീ ദിസ് കാണുന്നില്ലേ? ഇറ്റ് ഇസ് എ ഡിസ്കണക്റ്റഡ് കർവ് അല്ലേ, അറ്റ് 0. ഇതിവിടെ ഇൻഫിനിറ്റിലോട്ട് ടെൻഡ് ചെയ്യുന്നു, ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുന്നു, ആൻഡ് ഇതിവിടെ വെച്ച് നിൽക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 1/x when x greater than 0 and x. ഇനി ഇതിൻ്റെ നമുക്ക് തിയററ്റിക്കലി എങ്ങനെയാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന വേണം നോക്കൂ. ഓക്കെ, കണ്ടല്ലോ. ഇനി നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം? ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0. 0 ഇസ് ദ ടേണിംഗ് പോയിന്റ്. ആ പോയിന്റാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്തായാലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ലെസ് ദാൻ 0 ഇവിടെയാണ്. എക്സ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഫംഗ്ഷൻ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ 1/x ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 എക്സ് ആണ്. ദാറ്റ് ഈസ് 0. ഓക്കെ, then what is right hand limit? Right hand limit is limit extend to 0 f of x that is limit extend to 0 1/x. Limit extend to 0 1/x does not exist. Like 1/0 infinity of it does not exist. Limit LHL o RHL ഇവിടെ LHL exist ആണ്, RHL does not exist. അതുകൊണ്ട് തന്നെ limit does not exist. It is discontinuous at x equal to 0 നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല മാത്രമല്ല RHL ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരു ലിമിറ്റിംഗ് വാല്യൂ കിട്ടുന്നില്ല നമുക്ക്. ഓക്കെ, LHL o RHL o ലിമിറ്റിംഗ് വാല്യൂ കിട്ടുന്നില്ലെങ്കിൽ സച്ച് എ ഡിസ്കണ്ടിന്യൂറ്റി ഈസ് കോൾഡ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. LHL or RHL ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ സച്ച് എ ഡിസ്കണ്ടിന്യൂറ്റി ഈസ് കോൾഡ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയും. ഓക്കെ, അടുത്ത എക്സാമ്പിളിലേക്ക്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² - 9 by x - 3 when x not equal to 3
ആൻഡ് 4 അതർവൈസ്. നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സ്പ്ലിറ്റിംഗ് ആണ്, ഇല്ലേ, പീസ് വൈസ് ഫംഗ്ഷൻ. ഇവിടെ സിമ്പിൾ സ്പ്ലിറ്റിംഗ് ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 3 ആണെങ്കിൽ ഈ ഫംഗ്ഷനും, അതർവൈസ് അതായത് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ 4 ആണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല എന്നർത്ഥം. എക്സ് ലെസ് ദാൻ 3 ആകുമ്പോഴും ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോഴും ഒരേ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമ്മൾ മുമ്പത്തെ ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്, ദർ ഇസ് നോ നീഡ് ഫോർ ഫൈൻഡിങ് LHL ആൻഡ് RHL ഫോർ ഇവാലുവേറ്റിംഗ് എ ലിമിറ്റ്. ലിമിറ്റ് കണ്ടുപിടിക്കാൻ LHL RHL സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം നോക്കാം, ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 3 ആണ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 3 എഫ് ഓഫ് എക്സ്? ഡയറക്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 3 x സ്ക്വയർ മൈനസ് 9/x മൈനസ് 3. ഇത്തരം ലിമിറ്റ് നമ്മൾ ഈസി ആയിട്ട് ചെയ്താണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 3 x മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ബൈ എക്സ് മൈനസ് 3 ഈക്വൽ ടു എക്സ് മൈനസ് 3 ക്യാൻസൽ. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 3 x പ്ലസ് 3 ഈസ് ഇറ്റ് ഈസ് 6 അല്ലേ. ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ഈക്വൽ ടു 6. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ആണ്. ഇനി ദ ഫംഗ്ഷൻ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 3, ദാറ്റ് ഈസ് എഫ് ഓഫ് 3. എത്ര എഫ് ഓഫ് 3? എഫ് ഓഫ് 3 4 ആണ് അല്ലേ. എഫ് ഓഫ് 3 4 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ആണ്. എഫ് ഓഫ് എ ദാറ്റ് ഈസ് എഫ് ഓഫ് 3 4 ഫൈനൈറ്റ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? ഇസ് നോട്ട് ഈക്വൽ അല്ലേ. സോ മൂന്നാമത്തെ കണ്ടീഷൻ വയലേറ്റ് ആയി. അതുകൊണ്ട് എന്താ? ക്ലിയർലി ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്, നോ ഡൗട്ട്. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ഓക്കെ, ഇവിടുത്തെ ഡിസ്കണ്ടിന്യൂറ്റി എങ്ങനെയാണ്? ലിമിറ്റ് എക്സിസ്റ്റ് ആണ്, എഫ് ഓഫ് എ ഫൈനൈറ്റ് ആണ്, എക്സിസ്റ്റ് ആണ്, ഫൈനൈറ്റ് ആണ്, ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ ഇല്ലേ. ഇത്തരം ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. ആൻഡ് സച്ച് എ ഡിസ്കണ്ടിന്യൂറ്റി ഈസ് കോൾഡ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. എന്താ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി? ക്യാൻ വി റിമൂവ് ദാറ്റ്? ഓഫ് കോഴ്സ്. ബൈ റീഡിഫൈനിങ് ദ ഫംഗ്ഷൻ ഓർ സിംപ്ലി ചേഞ്ചിങ് ദ കോൺസ്റ്റന്റ് we can remove the discontinuity. How? Redefine the function like this. See, like this. F of x equal to x square minus 9/x minus 3 for x not equal to 3, and otherwise you change that 4, make it 6. Upon the f of 3 6i, so they are equal, limit exists and continuous I. That is called a removable discontinuity. ഓക്കെ, ഇങ്ങനെ 3 ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ ശ്രദ്ധിച്ചു. ഇനിയുള്ള പ്രോബ്ലം ഡിസ്കണ്ടിന്യൂസ് വരുമ്പം അത് ഏത് ടൈപ്പിലുള്ളതാണ് വേണം നിങ്ങൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, യെസ്, നെക്സ്റ്റ്. അപ്പം നമ്മൾ പറഞ്ഞു ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. ദർ ആർ 3 types of discontinuity. Discontinuity of first kind, that means LHL and RHL exist finitely but not equal. That's first kind. Second, discontinuity of second kind, LHL or RHL does not exist. That is second kind. And third, removable discontinuity is limit exist. That limit exist, f of c is finite but they are not equal. അല്ലേ, ഈക്വൽ അല്ല. അതാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സിയുടെ വാല്യൂ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആക്കി മാറ്റാം. ദാറ്റ് 3 types ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സി. അപ്പം ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത് എന്താണ്, കണ്ടിന്യൂസ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തായിരിക്കും അല്ലേ? ഗ്രാഫിൽ എന്ത് പാടില്ല? ഒരു കട്ട് ഉണ്ടാവാൻ പാടില്ല, ദെൻ ഒരു ജമ്പ് ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഈ കട്ടും ജമ്പും? നമ്മൾ നേരത്തെ ജിയോജിബ്രയിൽ കണ്ടു അത് അല്ലേ, ഒരു ജമ്പ് കട്ട് ലൈക്ക് ദാറ്റ്. സി ദിസ്, ഈ ഗ്രാഫ് നോക്കിക്കോളൂ. ഇതൊരു എന്താ പറയുക, അതിലെല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സി, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണോ? ഒരിക്കലുമല്ല. ബിക്കോസ് ഇതാ ഇവിടെ നോക്കൂ, there is a jump അല്ലേ, there is a jump like this അല്ലേ. ചെറിയൊരു വാല്യൂ, അതായത് ഇവിടെ ചേഞ്ച് ചെയ്യാണ് അല്ലേ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ആവില്ല. ലെഫ്റ്റും റൈറ്റും എക്സിസ്റ്റ് ആവും ബട്ട് നോട്ട് ഈക്വൽ. ലിമിറ്റ് എക്സിസ്റ്റ് ആവില്ല. അപ്പോൾ ഏത് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ നോക്കിക്കോളൂ, ഇതാ ഇവിടെയാണ്. ഇതാ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റോ റൈറ്റ് ഹാൻഡ് ലിമിറ്റോ അറ്റ് 0 എക്സിസ്റ്റ് അല്ല. സോ ഏത് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണെന്ന് നിങ്ങൾ ഒന്ന് നോക്കുക. ഇനി കണ്ടോളൂ, മൂന്നാമത്തെ ഇവിടെ കണ്ടോ,
There is it's a jump like this. This one, a simple cut. ഒരു സിംഗിൾ പോയിന്റുള്ള കട്ടാണ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ f(2) എക്സിസ്റ്റ് അല്ല, ഈക്വലും അല്ല. ഇത് എന്തായിരിക്കും? മിക്കവാറും റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ടൈപ്പ് ആയിരിക്കും. നമ്മൾ f(2) ഈക്വൽ ടു ദിസ് പോയിന്റ് എന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അതുപോലെ ഇതും ഒരു സ്മോൾ ജമ്പാണ് ലൈക്ക് ദിസ്, അല്ലേ? ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ. ഒരു കട്ടോ ഒരു ജമ്പോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ്സ് എ സ്മൂത്ത് കർവ് ലൈക്ക് ദിസ്. സോ ഗ്രാഫ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രോബ്ലത്തിലോട്ട്. യെസ്, ബിഫോർ ദാറ്റ് സം ആൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതായത് ഓർത്തിരിക്കാനുള്ള റിസൾട്ടാണ്. ലെറ്റ് f and g are two real valued continuous function at x equal to a, then k into f is continuous. K is a scalar. അപ്പോൾ ഒരു സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് എ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എപ്പോഴും. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ സ്കെലാർ മൾട്ടിപ്പിളും കണ്ടിന്യൂസ് ആണ്. പിന്നെ f plus g and f minus g, the difference and sum of two continuous function is again continuous. Then product of two continuous function is again continuous. Then division of two continuous function is again continuous provided denominator g at a not equal to 0. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായി ഓർത്തിരിക്കുക. ഇതിൻ്റെ കൂടെ ഒരു റിസൾട്ട് കൂടെ വരുന്നുണ്ട്, നമ്മൾക്ക് അവസാനം പറയാം. പ്രോബ്ലത്തിലോട്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ആണ്, ശ്രദ്ധിക്കുക. എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f of x equal to 2x² minus 1 at x equal to 3. ഈ ഫംഗ്ഷൻ at x equal to 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഗ്രാഫൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാത്തിലും നമുക്ക് ഗ്രാഫ് ഡിപ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഡെഫിനേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അത് at x equal to 3ൽ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. at x equal to 3ൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ്, അതായത് ലിമിറ്റ് x tend to 3 f of x എന്താണ്? ലിമിറ്റ് x tend to 3 2x² minus 1 that is 17. put x equal to 3 it is 17 എന്ന് കിട്ടും. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ആണ്, കിട്ടി. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് f of x at x equal to 3? that is f of 3. വാട്ട് ഈസ് f of 3? f of 3 ഇവിടെ കൊടുത്താൽ മതി, അല്ലേ? 17 സിമ്പിൾ ഫംഗ്ഷനാണ്, അതുകൊണ്ട് രണ്ടും നമ്മൾ ഒറ്റ ഫംഗ്ഷനാണ് ചെയ്യേണ്ടത്. 17 ദേ ആർ ഈക്വൽ, നോ? സോ ലിമിറ്റ് x tend to 3 f of x equal to f of 3, so is clearly continuous at x equal to 3. ഇത്തരം ഒരു പോളിനോമിയൽ ടൈപ്പ് ഫംഗ്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി വളരെ ഈസി ആയിരിക്കും. ഓക്കെ, നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട് എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പഠിക്കുന്നുമുണ്ട്, അത് പിന്നെ കാണാം. അടുത്ത പ്രോബ്ലം, ഒരു പീസ് വൈസ് ഫംഗ്ഷൻ നോക്കിക്കോളൂ. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f of x where f of x is defined by f of x equal to x plus 1 if x greater than or equal to 1 and x square plus 1 if x less than 1. എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുക? ഓക്കെ, ദെൻ ആദ്യം ലിമിറ്റ് എക്സിസ്റ്റ് ആണോ നോക്കണം. അറ്റ് എക്സ് ഈക്വൽ ടു 1ലാണ് കണ്ടിന്യൂറ്റി പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ, അതർവൈസ് ദേ ആർ പോളിനോമിയൽസ്. അറ്റ് എക്സ് ഈക്വൽ ടു 1ലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അറ്റ് എക്സ് ഈക്വൽ ടു 1 മീൻസ് ലിമിറ്റ് എക്സിസ്റ്റോ ചെക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഫോർ എക്സ് ലെസ് ദാൻ 1, ലെഫ്റ്റ് ഓഫ് 1 ദ ഫംഗ്ഷൻ ഈസ് x² plus 1. ഫോർ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് right of 1 greater than 1 that is x plus 1. Correct. So find LHL. Limit x tend to 1 minus f of x, that is limit x tend to 1. Left hand limit x² plus 1 function ആണ്. Put x equal to 1, it is 2. What is right hand limit? That is limit x tend to 1 plus f of x, that is limit x tend to 1 function is x plus 1 which is 2. So LHL equal to RH. Left hand limit equal to right hand limit. Therefore the limit exists, അല്ലേ? ശരിയല്ലേ? എത്ര ലിമിറ്റിംഗ് വാല്യൂ? ഇറ്റ് ഈസ് 2. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? വാട്ട് ഈസ് എ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1? എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 1 വരുന്നത് ആദ്യത്തെ ഫംഗ്ഷനാണ്, എക്സ് പ്ലസ് 1 ആണ്, ഇല്ലേ? വാട്ട് ഈസ് എഫ് ഓഫ് 1? ഇറ്റ് ഈസ് എക്സ് പ്ലസ് 1 അറ്റ് എക്സ് ഈക്വൽ ടു 1 വിച്ച് ഈസ് 2. എഫ് ഓഫ് 1 2 ആണ്, ഫൈനൈറ്റ് ആണ്. സോ ദേ ആർ ഈക്വൽ, നോ? ഇല്ലേ? Therefore limit x tend to 1 f of x equal to f of 1, അതുകൊണ്ട് തന്നെ f of x is continuous at x equal to 1. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫൊക്കെ നിങ്ങളൊന്ന് വരച്ചു നോക്കുക.
അടുത്ത പ്രോബ്ലം. Discuss the continuity of the function f of x equal to mod x plus 3 when x less than or equal to minus 3, minus 2x if minus 3 less than x less than 3, 6x plus 2 if x greater than or equal to 3. ഇവിടെ ഇപ്പോൾ കണ്ടിന്യൂറ്റി ഏത് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, പ്രോബ്ലം വരിക ഈ ടേണിംഗ് പോയിന്റിൽ മാത്രമായിരിക്കും. വാട്ട് ആർ ദ ടേണിംഗ് പോയിന്റ്സ് ഹിയർ? ഒന്ന് -3, ഒന്ന് 3. -3യുടെ ലെഫ്റ്റ് ഗ്രാഫ് mod x plus 3 അല്ലേ, ലെഫ്റ്റ് ഓഫ് ദിസ് വരുന്നത് mod x plus 3. ബിറ്റ്വീൻ -3 and 3, അതായത് -3യുടെ റൈറ്റ്, നിയറസ്റ്റ് റൈറ്റ് ടു -2x, ആൻഡ് ദ ലെഫ്റ്റ് ഓഫ് 3 -2x, ദ റൈറ്റ് ഓഫ് 3 6x plus 2. അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് പോയിന്റിലും നമുക്ക് ചെക്ക് ചെയ്യാം, രണ്ട് ടേണിംഗ് പോയിന്റിലും, അറ്റ് x equal to -3 and x equal to 3. സി അറ്റ് x equal to -3, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണോ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു -3, വളരെ ഈസിയാണ്, mod x plus 3 6. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, -3യുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് -2x ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു -3 -2x വിച്ച് ഇസ് put x equal to -3 which is 6. So LHL equal to RHL. Therefore limit exists and the limit extend to -3 f of x equal to 6 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. സോ ലിമിറ്റ് എക്സിസ്റ്റ് ആണ് ആൻഡ് ഈക്വൽ ടു 6. അപ്പോൾ ലിമിറ്റ് ഓക്കെ. ഇനി വാട്ട് ഈസ് എ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു -3? -3 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതാണ് എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് എക്സ് ഈക്വൽ ടു -3 വരുന്നത്, ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് -3 കൊടുക്കും. സോ വാട്ട് ഈസ് എഫ് ഓഫ് -3? വിച്ച് ഈസ് മോഡ് -3 plus 3, that is 6. So they are equal, no? Therefore limit extend to -3 f of x equal to f of -3. They are equal. Therefore it is continuous at x equal to -3. അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ചെക്കിംഗ് ആണ്. യെസ്, ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട് നമുക്ക്, അറ്റ് എക്സ് ഈക്വൽ ടു 3യിൽ. ശരിയല്ലേ? നോക്കാം, അറ്റ് എക്സ് ഈക്വൽ ടു 3യിൽ എന്താണ് വരിക? ഓക്കെ, അറ്റ് എക്സ് ഈക്വൽ ടു 3. യെസ്, വാട്ട് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? അറ്റ് എക്സ് ഈക്വൽ ടു 3 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഫംഗ്ഷൻ ഏതാണ്? ഇവിടെയാണ്. ലെസ് ദാൻ 3 വരുന്ന ഇവിടെയാണ്, -2x. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന് -2x ആണ്. ആൻഡ് റൈറ്റ് ഓഫ് 3 ഗ്രേറ്റർ ദാൻ 3, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഫംഗ്ഷൻ 6x plus 2. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 3 -2x, that is -6. Similarly right hand limit is limit extend to 3 6x plus 2, that is 20. Oh, so they are not equal, therefore the limit does not exist, so it is discontinuous at x equal to -3. So f of x is discontinuous at x equal to 3 എന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കും. അടുത്ത പ്രോബ്ലം, എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 minus cos 4x by x square when x not equal to 0 and it is 8 when x equal to 0 at x equal to 0. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സ്പ്ലിറ്റിംഗ് അല്ല, നോട്ട് ഈക്വൽ ടു 0 ഈക്വൽ ടു 0. അപ്പോൾ 0 ഇസ് ദ ടേണിംഗ് പോയിന്റ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് ഒറ്റ ഫംഗ്ഷനാണ് വരിക. സോ വി നീഡ് നോട്ട് ഫൈൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഫോർ ഫൈൻഡിങ് എ ലിമിറ്റ് ലൈക്ക് ദാറ്റ്, ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? അറ്റ് എക്സ് ഈക്വൽ ടു 0 ഒന്ന് ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ആവശ്യമുണ്ടോ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആവശ്യമുണ്ടോ? എന്ത് ചെയ്യാം? നേരിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാം. ബിക്കോസ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും ഒറ്റ ഫംഗ്ഷനാണ്. സോ ഡയറക്റ്റ് ലിമിറ്റ്, limit extend to 0 f of x equal to limit extend to 0 1 minus cos 4x by x square. That is limit extend to 0. What is 1 minus cos 4x? 1 minus cos theta, 2 sin square theta by 2. That is 2 sin square 2x by x square. That is limit extend to 0. എന്താ വരിക? 2 into sin squared 2x by x square sin 2x by x whole square. അല്ലേ? എങ്ങനെയാണ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക? sin 2x by x, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു 2 ലൈക്ക് ദിസ്. ഓക്കെ അല്ലേ? ദിസ് ഇസ് sin theta by theta form. As extend to 0, sin 2x by 2x is 1. So 2 into 1 into 2 whole square. That is 8. Okay? Limit is 8. Limit കിട്ടി കഴിയും.
What is the value of the function f of x at x equal to 0? Is also 8, right? അല്ലേ, അതും 8 തന്നെയാണ്. f of 0 is 8. So they are equal, അല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 f of x equal to f of 0 ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 0. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലത്തിലോട്ട്. Examine the continuity of the function f of x equal to x square into sine 1 by x when x not equal to 0 and 0 when x equal to 0 at x equal to 0. ഇവിടെയും not equal to 0 equal to 0 ടൈപ്പിലാണ്. We need not find LHL and RHL for evaluating a limit. പക്ഷേ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. We need to find the limit first. What is limit extend to 0 f of x? It is limit extend to 0. അല്ലേ, ഫംഗ്ഷൻ ഇതാണ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1 ബൈ എക്സ്. വാട്ട് അബൌട്ട് ദിസ് ലിമിറ്റ്? ഇവിടെ മുഴുവൻ എല്ലാവരും തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. സൈൻ തീറ്റ ബൈ തീറ്റ ലിമിറ്റ് കണ്ടിട്ട് എക്സ് സ്ക്വയർ താഴെ കൊണ്ടുപോകും. അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്. എക്സിന് 0 കൊടുത്താൽ 1/0 ഇൻഫിനിറ്റി അല്ലേ, അത് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ഡയറക്റ്റ് എക്സിന് നിങ്ങൾ 0 കൊടുത്തേ, അപ്പോൾ പറയും 0 സ്കേറ്റി 0 ഇൻറ്റു സൈൻ ഓഫ് സംതിങ്, 0 ഇൻറ്റു എനിത്തിങ് 0 എന്ന് പറയും ചില ആൾക്കാർ. അവിടെയും പോയി. 0 ഇൻറ്റു എ ഫൈനൈറ്റ് നമ്പർ ഈസ് 0. ദാറ്റ്സ് കറക്റ്റ്. ഈസ് ഇറ്റ് എ ഫൈനൈറ്റ് വൺ? പുട്ട് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 0 ഇൻറ്റു സൈൻ 1/0 എന്ന് കിട്ടും. വാട്ട് ഈസ് സൈൻ 1/0? For any angle or infinite or something, anything, sine lies between -1 and 1. It oscillates between -1 and 1. That's the thing. That is 0 into a finite number lies between -1 and 1. ആയിരിക്കും ഈ സംഭവം. എത്ര വലിയ ആംഗിൾ ആണെങ്കിലും, അല്ലേ, 10 to infinity ആംഗിൾ ആണെങ്കിലും ഇറ്റ് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ -1 and 1. സൈൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് 0. സോ ലിമിറ്റ് ഈക്വൽ ടു 0. വാട്ട് ഈസ് എഫ് ഓഫ് 0? അതും 0 ആണ്. സോ ദേ ആർ ഈക്വൽ, ദെർഫോർ ഇറ്റ് ഈസ് continuous at x equal to 0. So വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് 2 വെൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് 4 ഇൻറ്റു 1 മൈനസ് റൂട്ട് 1 മൈനസ് എക്സ് ബൈ എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഒരു സ്പ്ലിറ്റഡ്, അല്ലേ, ശ്രദ്ധിക്കുക. ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 സ്പ്ലിറ്റിങ് ശ്രദ്ധിക്കുക. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 0 ആൻഡ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? It is limit extend to 0 for x less than 0 sin x by x plus cos x ആണ്. Then limit extend to 0 sin x by x plus cos x is, as extend to 0 sin x by x is 1 plus cos 0 is 1. So 1 plus 1 2 എന്ന് കിട്ടും. Okay, that is left hand limit. അതുപോലെ what is right hand limit? ഇതാണ് ഫംഗ്ഷൻ. Right hand limit is limit extend to 0 4 into 1 minus root 1 minus x by x. എങ്ങനെയാണ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക? അല്ലേ, റൂട്ട് ഫംഗ്ഷനൊക്കെ എവിടെയുണ്ട്, എങ്ങനെയാണ് ചെയ്യുക? യു മൾട്ടിപ്ലൈ വിത്ത് കോൺജുഗേറ്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഇൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ലൈക്ക് ദിസ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 4 ഇൻറ്റു 1 മൈനസ് റൂട്ട് 1 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് റൂട്ട് 1 മൈനസ് എക്സ്. ഇതിൻ്റെ കോൺജുഗേറ്റ് 1 പ്ലസ് റൂട്ട് 1 മൈനസ് എക്സ്. മൾട്ടിപ്ലൈ വിത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഓക്കെ, ആൻഡ് നൗ ദിസ് ഇസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോം. എന്താണ്? a square minus b square. That is limit extend to 0 4 into 1 minus 1 minus x, a square minus b square type, by x into 1 plus root 1 minus x. What is 1 minus 1 minus x? Which is x ആണ്. ഇല്ലേ? Now it is 4x by x into 1 plus root 1 minus x. Now this x cancel. Now put x equal to 0. It is 2 എന്ന് കിട്ടും. 4 by 2 2 എന്ന് കിട്ടും. Listen. Left hand limit is 2, right hand limit is 2. Now it's clear. എന്താണ് LHL
equal to RHL. Therefore, the limit exists and is equal to 2. അല്ലേ, ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഈസ് എ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈസ് ഓൾസോ 2, റൈറ്റ്? അല്ലേ, സോ ദേ ആർ ഈക്വൽ. Therefore, limit extend to 0 f of x equal to f of 0. Therefore, it is continuous at x equal to 0. ഇതാണ് പ്രോബ്ലം. നമ്മൾ ഒരുപാട് പ്രോബ്ലമായി ചെയ്യുന്നത് ശരിക്കും നന്നായി ശ്രദ്ധിക്കുക. അടുത്ത ശ്രദ്ധിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ചില ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഈ പറയുന്നത്. ഓക്കെ, എവ്രി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. അത് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ഒക്കെ ആവാം, അല്ലേ? For example, f of x equal to 3x plus 1 is a first degree. It's a linear equation. അല്ലേ, see the graph like this. ഒരു ലൈൻ ആയിരിക്കും. It's clearly continuous, right? അല്ലേ, കണ്ടിന്യൂസ് ആയിരിക്കും. And next, g of x equal to some x square minus 3x plus 1, second degree polynomial. അല്ലേ, ഒരു എക്സാമ്പിൾ ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. See, it's a parabola type. No cut, no jump, etc. അല്ലേ, അതുപോലെ a cubic x cube minus 2x square plus 3. See the graph of that? Okay. അല്ലേ, അതിന് കട്ടോ ജമ്പോ ഒന്നും തന്നെ ഉണ്ടാവില്ല, ലൈക്ക് ദിസ്. ഓക്കെ, സോ എവ്രി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്, റിമെമ്പർ. അടുത്തത്, ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു എക്സോ എ റൈസ് ടു എക്സോ എന്തോ ആവാം, ഈസ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമെയിൻ. എങ്ങനെയാണ് ഇ റൈസ് ടു എക്സിൻ്റെ ഗ്രാഫ് വരിക? ദ ഇ റൈസ് ടു എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? അല്ലേ, ക്ലിയർലി ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, നോ കട്ട്, നോ ജമ്പ്, എക്സെട്ര. അടുത്തതുപോലെ, എ മോഡുലസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്, എ വെരി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. സി മോഡുലസ് ഫംഗ്ഷൻ ഓർമ്മയുണ്ടല്ലോ, ഇതിൻ്റെ ഒരു എന്താ പറയുക, മോഡുലസ് ഫംഗ്ഷൻ്റെ ഒരു രൂപം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഈസ് ക്ലിയർലി കണ്ടിന്യൂസ്. ആൻഡ് ഓൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമെയിൻ. ഐ റിപ്പീറ്റ്, all trigonometry functions are continuous in its domain. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് കാണാം. ജസ്റ്റ് ഗോ ടു ജിയോജിബ്ര. ജസ്റ്റ് ഒന്ന് ജിയോജിബ്രയിൽ ഗ്രാഫ് എങ്ങനെ വരുന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നോക്കാനായിട്ടുണ്ട്. നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. വളരെ ഈസിയാണ്. സൈൻ എക്സ് പറഞ്ഞിരിക്കുന്നത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമെയിൻ എന്നാണ്. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് കണ്ടില്ലേ? സി സൈൻ എക്സ് ഇസ് എ കർവ് ലൈക്ക് ദിസ്, ഇറ്റ്സ് ക്ലിയർലി കണ്ടിന്യൂസ് ആണ്. അതുപോലെ വാട്ട് അബൌട്ട് കോസ് എക്സ്? കോസ് എക്സ്, സൈൻ എക്സ് ഞാൻ ഒഴിവാക്കുന്നു. യെസ്, കോസ് എക്സ് അല്ലേ, കണ്ടിന്യൂസ് ആണ്. ദർ ഇസ് നോ കട്ട് ആൻഡ് ജംപ് ലൈക്ക് ദിസ്. ആൻഡ് വാട്ട് അബൌട്ട് ടാൻ എക്സ്? സി ടാൻ എക്സ്, ടാൻ എക്സിൻ്റെ ഗ്രാഫ് വേണം, കണ്ടിന്യൂസ് ആണോ? അല്ലേ, ഇത് ഇൻഫിനിറ്റോട്ട് ടെൻഡ് ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ല. കാര്യം ഇവിടെ റിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, ശരിക്കും ആംഗിളാണ് വരിക. ഇൻ ടേംസ് ഓഫ് പൈ പറയുകയാണെങ്കിൽ, ഇൻ ടേംസ് ഓഫ് റേഡിയൻ പറയുകയാണെങ്കിൽ എന്താണ്, അറ്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ടാൻ്റെ ഡൊമൈനിലില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം, അല്ലേ? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 അത് നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് കാണുന്നത്. അത് കുഴപ്പമില്ല, കാരണം ടാൻ എക്സിൻ്റെ ഡൊമൈനിൽ ആ പോയിന്റ് ഇല്ല. അതുകൊണ്ടാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൊസീക് എക്സ് നോക്കാം. കൊസീക് എക്സിൻ്റെ ഡൊമൈൻ എന്താണ്? എൻ്റെ ഓൾ റിയൽ നമ്പർ, അല്ലേ? ഓൾ റിയൽ നമ്പർ എക്സെപ്റ്റ് എൻ പൈ, പൈയുടെ മൾട്ടിപ്പിൾ. കാരണം പൈയുടെ മൾട്ടിപ്പിൾ ആണ് സൈൻ 0 ആവുന്നത്. 1 sin x ആണല്ലോ കൊസീക് എക്സ്. കൊസീക് എക്സിൻ്റെ ഗ്രാഫ് വരിക എങ്ങനെയാണ്? സി കൊസീക് എക്സ്, സി ദ ഗ്രാഫ് കാണുന്നില്ലേ? കളറൊന്ന് മാറ്റാം. ഓക്കെ, ദിസ് ഇസ് കൊസീക് എക്സ് അല്ലേ, കണ്ടിന്യൂസ് ആണ്. പക്ഷേ എവിടെയാണ് ഈ ഡിസ്കണക്റ്റഡായി കാണുന്നത്? അതിൻ്റെ ഡൊമൈനിൽ ഇല്ലാത്ത പോയിന്റിലാണ്. അതായത് കൊസീക് എക്സ് ആകുമ്പോൾ ഏതാണ്? സൈൻ എക്സ് എവിടെയാണ്? എൻ പൈയിൽ. കറക്റ്റ് അല്ലേ? യെസ്. അതുപോലെ വാട്ട് അബൌട്ട് സീക്ക് എക്സ്? സീക്ക് എക്സ് കൊസീക് എക്സിൻ്റെ ഗ്രാഫ് ഒഴിവാക്കുന്നു. സീ ദിസ്, അവിടെ ഒന്ന് കളറൊന്ന് വേണം ചേഞ്ച് ചെയ്യാം നമുക്ക്. ഓക്കെ അല്ലേ, സീക്ക് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. കണ്ടിന്യൂസ് ആണ്. ഡിസ്കണക്റ്റഡായി കാണുന്ന ആ പോയിന്റ് സീക്ക് എക്സിൻ്റെ ഡൊമൈനിൽ ഇല്ലാത്ത പോയിന്റിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ വാട്ട് അബൌട്ട് കോട്ടെക്സ് അല്ലേ? കോട്ടെക്സ്, യെസ്, കോട്ടെക്സിൻ്റെ ഗ്രാഫ് നോക്കിക്കോളൂ അല്ലേ. ഇതെന്താണ്? കണ്ടിന്യൂസ് ആണ്. എവിടെയാണ് ഡിസ്കണക്റ്റഡായി കാണുന്നത്? ഡൊമൈനിൽ ഇല്ലാത്ത പോയിൻ്റാണ്. അതായത് കോട്ടെക്സ് ഈസ് 1/tan x, tan x 0 ആവുന്നത് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആണ്. സോ ആ പോയിന്റിൽ മാത്രമേ അത് ഡിസ്കണ്ടിന്യൂസ് കാണുന്നുള്ളൂ. അത് നമുക്ക് വിഷയമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദർ ഡൊമൈൻ. ഓക്കെ,
ഇനി നമ്മൾ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്ന ചില ഫങ്ഷൻസ് is already given that is continuous. We need to find some constant given in the function. See, find the relationship between a and b so that f is defined as f of x equal to ax plus 1 when x less than or equal to 3, bx plus 3 if x greater than 3 is continuous at x equal to 3. കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എയും ബിയും ഈ കോൺസ്റ്റന്റ് എയും ബിയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം. ലിസൺ, എന്തായാലും അറ്റ് എക്സ് ഈക്വൽ ടു 3 ഇത് സ്പ്ലിറ്റിംഗ് ആണ്, ഇല്ല പീസ് വൈസ് ആണ്. ലെസ് ദാൻ 3 ഗ്രേറ്റർ ദാൻ 3. വി നീഡ് ടു ഫൈൻഡ് LHL and RHL. So left hand limit is limit extend to 3, left hand limit less than 3, ax plus 1. So put x equal to 3, it is 3a plus 1. And similarly, what is right hand limit? Limit extend to 3, bx plus 3, which is 3b plus 3. So clearly it's given that it is continuous. Continuous ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ആവും അല്ലേ. ലിമിറ്റ് എക്സിസ്റ്റ് ആണെങ്കിൽ LHL equal to RHL ആവണമല്ലോ അല്ലേ. സിൻസ് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3, LHL ലിമിറ്റ് എക്സിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ LHL RHL ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇത് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. 3a plus 1 equal to 3b plus 3 ഈക്വൽ ആയിരിക്കണം. സോ 3a minus 3b equal to 2 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 3a minus 3b equal to 2 എന്ന് കിട്ടും. ദാറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലോട്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ സോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 3x minus 5 if x greater than 5 at x equal to 5 is given that it is continuous at x equal to 5. We need to find the value of lambda given here. അപ്പം 5 is the turning point of this function അല്ലേ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിച്ചാൽ തന്നെ ഒരു കോൺസ്റ്റൻ്റിലുള്ളൂ, അത് കിട്ടും. വാട്ട് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 5, ലെസ് ദാൻ 5 ലാംഡ എക്സ് പ്ലസ് 1 ആണ്. സോ 5 ലാംഡ പ്ലസ് 1. വാട്ട് ഈസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 5, 3x minus 5. Put x equal to 5, it is 10. Given that it is continuous at x equal to 5, തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം? യെസ്, LHL equal to RHL ആയിരിക്കണം. 5 ലാംഡ പ്ലസ് 1 equal to 10, 5 ലാംഡ equal to 9 and ലാംഡ equal to 9/5 എന്ന് ഈസി ആയിട്ട് കിട്ടും. നമ്മുടെ എക്സാമിനേഷന് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Find the value of lambda so that f of x is continuous at x equal to pi by 2. At x equal to pi by 2 continuous ആണ്. ഇവിടെ ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു സ്പ്ലിറ്റിംഗ് ആണ്. നോ നീഡ് ഫോർ ഫൈൻഡിങ് LHL and RHL ഇല്ലേ. യെസ്, അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എന്താ, നമുക്ക് ഡയറക്റ്റ് ഡെഫിനേഷൻ ഉപയോഗിക്കാം. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ആണെങ്കിൽ, ഇവിടെ നോട്ട് ഈക്വൽ കേസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഡയറക്റ്റ് ഇങ്ങനെ ഈ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. LHLൻ്റെയും RHLൻ്റെയും ആവശ്യമില്ല. ദെർഫോർ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 2 എന്ന് ഡയറക്റ്റ് പറയാം ഇല്ലേ. കാരണം കണ്ടിന്യൂസ് ആണ്, ലിമിറ്റ് എക്സിസ്റ്റ് ആണ്, എഫ് ഓഫ് പൈ ബൈ 2 ഫൈനൈറ്റ് ആണ്, ദേ ആർ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു പൈ ബൈ 2 ലാംഡ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x. എഫ് ഓഫ് പൈ ബൈ 2 ഈസ് 3. കറക്റ്റ്. യു ഫൈൻഡ് ദ ലിമിറ്റിംഗ് വാല്യൂ. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു പൈ ബൈ 2 ലാംഡ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x. എന്താ സംഭവിക്കുക? ലാംഡ കോസ് എക്സ് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതാം, ശ്രദ്ധിക്കൂ. പൈ മൈനസ് 2x എന്നുള്ളത് വി ക്യാൻ ടേക്ക് 2 ഔട്ട് സൈഡ്, ഇറ്റ് ബിക്കം പൈ ബൈ 2 മൈനസ് എക്സ്. കോസ് എക്സിനെ നമുക്ക് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് മാറ്റാം ഇല്ലേ. ഇപ്പോൾ ഏതാ ഫോം? ഇറ്റ് ഈസ് സൈൻ തീറ്റ ബൈ തീറ്റ ആസ് തീറ്റ ടെൻ ടു 0 ടൈം ഇല്ലേ. x tend to pi by 2 minus x becomes 0. Limiting value 0 ആണ്. So sin pi by 2 minus x by pi by 2 minus x is 1. So lambda by 2 equal to 3 എന്ന് കിട്ടും. So lambda equal to 6 എന്ന വാല്യൂ കിട്ടിയിരിക്കും. Okay, the value of lambda is 6. അടുത്ത പ്രോബ്ലം. Find the value of a and b so that the function f of x is continuous. F of x equal to 5 if x less than or equal to 2 and ax plus b if 2 less than x less than 10 and 21 if x greater than or equal to 10. ഇവിടെ നമുക്ക് രണ്ട് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുണ്ട്. മാത്രമല്ല ഫംഗ്ഷന് രണ്ട് ടേണിംഗ് പോയിന്റ് കാണാം. നമ്മൾക്ക്
2 and 10. രണ്ട് പോയിന്റിലും ചിലപ്പോൾ കണ്ടിന്യൂറ്റി പറഞ്ഞാൽ രണ്ട് കോൺസ്റ്റന്റ് കിട്ടിക്കും അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് പോയിന്റ് ആണെന്ന് പറഞ്ഞു, രണ്ട് ടേണിംഗ് പോയിന്റ് x equal to 2 and x equal to 10. കറക്റ്റ് അല്ലേ? x equal to 2 and x equal to 10 രണ്ട് ടേണിംഗ് പോയിന്റ് ഉണ്ട്. നോക്കാം. അപ്പോൾ അറ്റ് x equal to 2 ലെഫ്റ്റ് ഓഫ് 2 5 ആണ്, റൈറ്റ് ഓഫ് 2 എന്താണ് 2 to 10 ax plus b ആണ്. അപ്പോൾ റൈറ്റ് ഓഫ് 2 ax plus b. ഓക്കെ, അറ്റ് 10 ലെഫ്റ്റ് ഓഫ് 10 ax plus b ആണ്, റൈറ്റ് ഓഫ് 10 ഗ്രേറ്റർ ദാൻ 10 21 ആണ്. അപ്പോൾ നോക്കാം, വാട്ട് ഈസ് LHL? It is limit extended to 5, that is 5 itself. Right hand limit, when limit extended to ax plus b, correct? So put x equal to 2, it is 2a plus b. Is given that it is continuous, so LHL equal to RHL അല്ലേ? കണ്ടിന്യൂസ് അറ്റ് x equal to 2 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ LHL equal to RHL ആണ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഇക്വേഷൻ 2a plus b equal to 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിയും. ഓക്കെ, അതുപോലെ അറ്റ് x equal to 10 ചെക്ക് ചെയ്തേ, വാട്ട് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ലെഫ്റ്റ് ഓഫ് 10 ax plus b ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 10 ax plus b, ഇറ്റ് ഈസ് 10a plus b. വാട്ട് ഈസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 10 21 ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 10 21, ദാറ്റ് ഈസ് 21 itself. സോ അറ്റ് x equal to 10 കണ്ടിന്യൂസ് ആണ്, കാരണം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ LHL equal to RHL, therefore 10a plus b equal to 21. ഇവിടെ നമ്മൾ കിട്ടിയിരിക്കുന്നത് രണ്ട് ഇക്വേഷൻ ആണ്, കണ്ടില്ലേ? അറ്റ് x equal to 2 അറ്റ് x equal to 10 കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ട് ഇക്വേഷൻ ആണ്. വൺ ഈസ് 2a plus b equal to 5 ആൻഡ് അതർ ഈസ് 10a plus b equal to 21. രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് a ആൻഡ് b. അപ്പോൾ സോൾവ് ചെയ്യാം, നോക്കിക്കോളൂ. യെസ്, സോൾവ് 1 and 2, 2a plus b equal to 5, 10a plus b equal to 21 അല്ലേ? ഇവിടെ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 8a equal to 16, a equal to 2 എന്ന് കിട്ടും അല്ലേ? a equal to ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ b equal to 1 എന്ന് കിട്ടും. സോ ക്ലിയർലി a equal to 2 ആൻഡ് b equal to 1 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ്സ് എ പ്രോബ്ലം. യെസ്, ഇത്രയാണ് നമുക്ക് കണ്ടിന്യൂറ്റിയിൽ പഠിക്കാനുള്ളത്. ഇനി ഒന്ന് രണ്ട് പോയിന്റ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണ്? സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്, സം ആൻഡ് ഡിഫറൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്, പ്രോഡക്റ്റ് ഈസ് കണ്ടിന്യൂസ്, ഡിവിഷൻ ഈസ് കണ്ടിന്യൂസ്. ആൻഡ് വി നീഡ് ടു ആഡ് വൺ മോർ പോയിന്റ്, ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈസ് ദ കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അതായത് എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ആർ ഓൾസോ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അത് നോ നീഡ് ഫോർ ദ പ്രൂഫ്, നന്നായി ഓർത്താൽ മതി ആ പോയിന്റ്. ഓക്കെ, സി എ പ്രോബ്ലം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ സൈൻ ഓഫ് എക്സ് സ്ക്വയർ മോഡ് സൈൻ എക്സ് സൈൻ മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് മോഡ് എക്സ് മൈനസ് 1 പ്ലസ് മോഡ് എക്സ് മൈനസ് 2 മോഡുലസ് ഓഫ് 2 മൈനസ് മോഡ് എക്സ് മൈനസ് 1. സോ ഈ ഫംഗ്ഷൻസൊക്കെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരു ഗ്രാഫ് ഉപയോഗിച്ചാവാം, ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക, ഓരോന്നിൻ്റെയും ഗ്രാഫ് നമുക്കറിയാം. ഇതിപ്പോൾ സൈൻ എക്സ് സ്ക്വയർ, ഇത് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണ്. നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. സി ലെസൺ ഒന്നാമത്തെ, ലെറ്റ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു സൈൻ എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ശരിക്കും സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് അല്ലേ, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ എഫും ജിയും സൈൻ എക്സ് കണ്ടിന്യൂസ് ആണെന്ന് നേരത്തെ പറഞ്ഞു. എക്സ് സ്ക്വയർ ഇറ്റ്സ് എ പോളിനോമിയൽ പരാബോള കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. വാട്ട് അബൌട്ട് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് വിച്ച് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് എഫ് ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇല്ലേ? അപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണ് എന്ത്? സൈൻ ഓഫ് എക്സ് സ്ക്വയർ. സോ ബീങ് ദ കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, നോ ഡൗട്ട് എഫ് കോമ്പോസിഷൻ ജി ദാറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ്. ഇത്രയും ആൻസർ ചെയ്താൽ മതി നമ്മൾ. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫൊക്കെ നമുക്ക് സൈൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് അറിയില്ലെങ്കിലും സൈനിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും ഗ്രാഫ് നമുക്ക് പരിചയമുണ്ട് ഇല്ലേ? രണ്ടാമത്തെ ഫംഗ്ഷനും അതുപോലെ തന്നെ, 2ഉം 3ഉം കണ്ടോളൂ, നമുക്കൊന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ലിസൺ, അവിടെ ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ ഒന്നാണ്, അതായത് മോഡുലസ് ഫംഗ്ഷനും സൈനുമാണ് നമ്മുടെ ഫംഗ്ഷൻസ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു സൈൻ എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ്. നമുക്കറിയാം ബോത്ത് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, ശരിയല്ലേ? സൈൻ എക്സും കണ്ടിന്യൂസ് ആണ്, മോഡ് എക്സും കണ്ടിന്യൂസ് ആണ്. വാട്ട് ഈസ് എഫ് കോമ്പോസിഷൻ ജി? ഇറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് മോഡ് എക്സ്, ദാറ്റ് ഈസ് സൈൻ മോഡ് എക്സ്. അതാണ് മൂന്നാമത്തത്. അതുപോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് സൈൻ എക്സ്, ദാറ്റ് ഈസ് മോഡ് സൈൻ എക്സ്.
ഇതാണ് 2ഉം 3ഉം നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ തിരിച്ചും മറിച്ചുള്ള കോമ്പോസിഷനാണ് ഈ കാണുന്നത്. സോ ബീയിങ് ദ കോമ്പോസിഷൻ ഓഫ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ബോത്ത് ആർ കണ്ടിന്യൂസ്. ഓക്കെ, യെസ്. ഗ്രാഫ് വേണമെങ്കിൽ ഒന്ന് ജിയോജിബ്രയിൽ നോക്കാം. ഓക്കെ, ജസ്റ്റ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ഗ്രാഫ് ഒന്ന് മനസ്സിലാവും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാഫാണ്. യെസ്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലമാണ്. അപ്പോൾ അതിൽ ആദ്യം 1, 2, 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് ചെക്ക് ചെയ്യാം. സി ദാറ്റ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. സി സൈൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് കണ്ടോ നിങ്ങൾ? സി ദിസ് രസകരമായ ഗ്രാഫാണ്. എന്നാൽ കളറൊന്ന് മാറ്റാം. ഓക്കെ അല്ലേ? യെസ്. ദെൻ അടുത്ത ഏതാണ്? ദറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയർലി ഇത് കണ്ടിന്യൂസ് ആണ് അല്ലേ? ദർ ഇസ് നോ കട്ട് ആൻഡ് ജമ്പ്. ഓക്കെ അല്ലേ? അടുത്തത് മോഡ് സൈൻ എക്സ്. എന്താണ് മോഡ് സൈൻ എക്സ്? മോഡ് സൈൻ എക്സ്. ഓക്കെ അല്ലേ? മോഡ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് നോക്കിക്കോളൂ. ഇതങ്ങോട്ട് ഒഴിവാക്കാം. യെസ്, സി ദിസ് മോഡ് സൈൻ എക്സ്. ക്ലിയർലി കണ്ടിന്യൂസ് അല്ലേ? നോക്കി അല്ലേ? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ഏതാണ്? അടുത്തത് സൈൻ മോഡ് എക്സ് ആണ്. ദെൻ സൈൻ ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് സൈൻ മോഡ് എക്സ്. കാണുന്നില്ലേ? സൈൻ മോഡ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ക്ലിയർലി ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഇല്ലേ? കണ്ടിന്യൂസ് ആണ്. അടുത്തത് മോഡ് എക്സ് മൈനസ് 1 പ്ലസ് മോഡ് എക്സ് മൈനസ് 2. കാരണം മോഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, സം ഓഫ് 2 മോഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കണ്ടിന്യൂറ്റി തീർന്നു. ആൻഡ് സി ദ ഗ്രാഫ് ഓഫ് ദാറ്റ് മോഡ് എക്സ് മൈനസ് 1 പ്ലസ് മോഡ് എക്സ് മൈനസ് 2. കണ്ടില്ലേ? സി ദ ഗ്രാഫ് ഓഫ് ദാറ്റ്. ഓക്കെ, യെസ്. ഇവിടെ 1ലും 2ലും ഒരു ടേണിംഗ് പോയിന്റ് വന്ന് ഗ്രാഫ് ഇങ്ങനെ പോവുകയാണ്. ഈസ് ക്ലിയർലി കണ്ടിന്യൂസ്. അടുത്ത അതുപോലെ മോഡുലസ് ഓഫ് 2 മൈനസ് മോഡ് എക്സ് മൈനസ് 1. ഓക്കെ, യെസ്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ദർ ഇസ് മോഡുലസ് ഓഫ് 2 മൈനസ് മോഡ് എക്സ് മൈനസ് 1. കാണുന്നില്ലേ? സി യെസ്, ഇസ് ക്ലിയർലി കണ്ടിന്യൂസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഗ്രാഫൊക്കെ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഗ്രാഫൊക്കെ നന്ദി ഓർത്തിരിക്കുക. നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി എന്നൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. നമുക്കിതൊക്കെ ആവശ്യമാണ്, അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ദാറ്റ്സ് എൻഡ് ഓഫ് ദ ടോപ്പിക്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ. ഡിഫറൻഷ്യബിലിറ്റി. സോ നമ്മുടെ ടോപ്പിക് തന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. ഇവിടെ നമുക്ക് ഒരു വലിയ ടോപ്പിക്കാണ്. ദ ഡിഫറൻസിയേഷൻ എന്നുള്ള 5 or 6 പ്രോസസ്സാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. Okay, thank you.